after everybody getting a special intro, so ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു വിളക്കില് തിരികളുടെ എണ്ണം കുറവായിരിക്കും, നമ്മൾ ആളുകൾ കൂടുതലായിരിക്കും. പക്ഷെ ഇതൊരു അസോസിയേഷൻ ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് വർക്കിംഗ് ടുഗദർ ആസ് എ ഫാമിലി. നമ്മളുടെ ആ സിനിമയുടെ പേരിൽ പറയുന്നത് പോലെ തന്നെ. അപ്പോ ഒരുമിച്ച് നമുക്ക് ആ ഒരു വിളക്കിന്റെ നാളങ്ങൾക്ക് തുടക്കം കുറിക്കാം. And yes, we have the entire team of friends and family and ഈ ഒരു സിനിമ വിജയമാകാൻ കാരണമായിട്ടുള്ള ഒരുപാട് പേര് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. Big thank you for that. അവരിക്കലെ ആദ്യത്തെ ഈ സിയാദിക്ക് തന്നെ കത്തിക്കുമ്പോൾ it gives a lot of pleasure, love and happiness. Yes. ആ ഒരു ആദ്യ തിരി നാളെ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കയ്യടി കേട്ടില്ല, എല്ലാവരും ഒരുമിച്ച്. Come on. So we have director and Sharfina lighting the second lamp. And yes, ഇവിടെ നമ്മുടെ Prince and family, entire family ആണ്. Princeനോടൊപ്പം തന്നെയാണ് ഫാമിലിയാണ് lamp light ചെയ്യുന്നത്. This is indeed a very big moment, a moment of celebration to all of us. നിങ്ങളാരും പിന്നിലേക്ക് നിൽക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് ഒരുമിച്ച് ആ തിരുനാളങ്ങൾ തെളിയിക്കാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. Let's spread this light to the place where we celebrate movies. മലയാളികൾ ഏറ്റവും ആഘോഷമാക്കുന്ന the medium of conveyance, and that is cinema. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഇന്ന് ഒരുപാട് അഹങ്കാരത്തോടു കൂടി പറയുന്ന കാര്യമാണ്, നിങ്ങൾ മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? Because that is a level that we always keep up. And yes, Prince and family is taking Malayalam cinema, Malayalam film industry to new heights, to new greater heights. So it is truly a moment for all of us to be proud of. ഇനിയും നമുക്ക് ഒരുപാട് പേര് ഇവിടെ ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്. So this is a very humble request. നിങ്ങൾ എല്ലാവരും ഈ ഒരു സിനിമയുടെ ഭാഗമാണ്. ഈ ഒരു സിനിമ വിജയമാകാൻ കാരണക്കാരായിട്ടുള്ളവരാണ്. So requesting ആ ബാക്കിൽ നിൽക്കുന്നവരൊക്കെ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വന്ന് എല്ലാവരും ഒരുമിച്ച്. This is a family. As the name suggests, this is a family, Prince and family. So let's do this together. Let's celebrate working together as a family. And here, even our audience, the only thing we can do is, yes, they have already started clapping. So let's give it up. Every time we are doing this, let's show love and support. അങ്ങനെ തിരുനാളങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൽ നിന്നും ഓർമ്മകൾ തികഞ്ഞെടുക്കുക എന്നതാണ്. സോ ക്യാൻ വി ടേക്ക് എ പിക്ചർ? എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാം. സോ വേദിയിലുള്ള എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കണം ഫോർ എ പിക്ചർ. റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു ഓൺ ദ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് തന്നെ മൈക്ക് ചെയ്തു ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് ടെൻഷനായി പോയി. കാരണം എല്ലാവരും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ഫംഗ്ഷനിൽ നമുക്ക് ലാസ്റ്റാണ് മൈക്കിൽ കിട്ടാറ്. ഇപ്പം ഇവിടെ പറയുണ്ടായി, ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയിലെ നായകൻ കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. പക്ഷേ 91 മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടുന്ന് തുടങ്ങി എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത്. അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ ഒരു സിനിമ ജീവിതമാണ് എൻ്റേത്. അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, അത് ഹീറോസിൻ്റെ ലിസ്റ്റ് എടുത്താൽ അന്ന് ലാലേട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, ശ്രീനിയേട്ടൻ, സായി ചേട്ടൻ, സിദ്ദിഖ തുടങ്ങിയൊരു നീണ്ട ഹീറോ ഉള്ള ലിസ്റ്റ് ഉണ്ട് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിരിപ്പടങ്ങളും അവർ പലതരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ
നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. വേണുവേട്ടൻ, ഉണ്ണിയേട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ, മാളച്ചേട്ടൻ, ബഹദൂർക്ക തുടങ്ങിയ ഒരുപാട്, ഒരു അനീഫക്ക. ശരിക്കും എന്താ പറയാ, നമ്മളെ ഉണ്ടെങ്കിലും ഇല്ലെന്ന മട്ടിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്പിളിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ച് എൻ്റെ ഒപ്പം പിന്നെ വന്ന ആൾക്കാരാണ് മണിയും സലീമും അശോകൻ ചേട്ടൻ തുടങ്ങിയ ഒരുപാട് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ആളുകൾ. അവരുടെയൊക്കെ കൂടെ കളിച്ച് ചിരിയും കരച്ചിലും ഒക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേദിയിൽ എത്രയധികം സിനിമ ചെയ്യാൻ എനിക്കുണ്ട്, ഒറ്റയ്ക്കാവില്ല. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായി മാറുമ്പോൾ ഈ ആക്ടേഴ്സ് എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും, അത് ഞാൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, മധുസാറിൻ്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ അവരോരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകളോ അല്ല അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ. എൻ്റെ വളർച്ചയിൽ ഞാൻ അവരോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ 150 സിനിമ എന്നുള്ള ദൈവാനുഗ്രഹം അതുവരെ എത്തിച്ച എൻ്റെ നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ നിമിഷം ആത്മാർത്ഥതയോടെ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറക്കൊളച്ചത്. എൻ്റെ കൂടെ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്, എല്ലാവരും, എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും, അപ്പം അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ വിജയം. ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ 60ാം ദിവസം ആഘോഷിക്കുന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് 120, 150 ദിവസവും ആണ് നമ്മളെ കണക്കിലെടുക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ സിനിമയ്ക്ക് 25 ദിവസം, 30 ദിവസം എന്ന് പറയുന്ന ഒരു ആയുസാണ് ഒരു സിനിമയ്ക്ക് വെക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചിലപ്പോൾ നമുക്കത് OTT കാണാം, ചിലപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വരും. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ പ്രതികൂലമായ സാഹചര്യമാണോ നിൽക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ ഒരു ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരു സിനിമ വലിയ വിജയമാവുന്നത് വലിയ കാര്യമാണ്. അതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ലിസ്റ്റിനോട്. കാരണം മാജിക് ഫ്രെയിംസിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണത്. ലിസ്റ്റിൻ എടുത്തൊരു വലിയൊരു റിസ്ക് ഉണ്ട്. ആ സമയത്ത് എന്നോട് ഞാൻ കഴിഞ്ഞ ഒരു ഫംഗ്ഷനിൽ പറയണ്ടായി, ദിലീപ് ഏട്ടൻ്റെ സിനിമകളുണ്ട്, ഞാൻ ഒരുപാട് ചിരിച്ച് എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ വളർച്ച ചെറുപ്പമായിരുന്ന സമയത്ത്, എന്ന് വെച്ചാൽ അദ്ദേഹം വാർദ്ധക്യത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്, ആ എൻ്റെ ചെറുപ്പക്കാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് ദിലീപ് ഏട്ടൻ. ദിലീപ് ഏട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം എന്ന് വെച്ചാൽ അത് വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ആത്മവിശ്വാസം, ഇത് ഗംഭീരമാവും. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച ഞാൻ അവരെ സഹോദരങ്ങളെന്നേ പറയുള്ളൂ. കാരണം ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് അവർ. എനിക്ക് വേണ്ടി എന്താ പറയുക, ഷാരീസിനാണെങ്കിലും ബിൻറ്റോയാണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ ഒരു അർപ്പണ ബോധം ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അളന്ന് കുറിച്ചാണ് അവരത് ഈ സ്ക്രീനിൽ വരുത്തിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും അവർ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. ഇതിൽ എല്ലാ കലാകാരന്മാരും കലാകാരികളും എല്ലാം ആ സംവിധായകനനുസരിച്ച് ഈ സിനിമ ഗംഭീരമാക്കി. അതിലെടുത്ത് പറയേണ്ട ഒരു താരം, ഞാൻ ഇതിലെ കഥ കേട്ടപ്പോൾ പറഞ്ഞത്, ഈ പടത്തിന്റെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റാണിയ ചെയ്ത ആ ക്യാരക്ടറാണ്. ആ കഥാപാത്രം മോശമായാൽ ഈ സിനിമ ഭയങ്കര കുഴപ്പമാണ്.
അപ്പോൾ പ്രത്യേകമായിട്ടുള്ള കാരണം റാണിയയുടെ ആദ്യത്തെ സിനിമയാണ്. ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു കലാകാരിയെ കൂടി കണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഇന്ന് 60 ദിവസം പിന്നിട്ട് നമ്മളിവിടെ ഒരു ശരിക്കും പറഞ്ഞത് ഈ സദസ്സിൽ നിൽക്കേണ്ട ഒരു എന്താ പറയാ, നമ്മൾ വളരെ കുറച്ച് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രവും, പിന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ പെട്ടെന്ന് വിളിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാത്രമല്ല അതുപോലെ നമ്മുടെ അസോസിയേഷൻസ്, എല്ലാ അസോസിയേഷനിലെയും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഒരു ചെറിയ സദസ്സാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വലിയ ആൾക്കാരാണ്. അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോടെല്ലാം നന്ദി പറയാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ 30 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ എനിക്ക് തീരാത്ത നന്ദിയാണ്. കാരണം അവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ എന്നുള്ളത്. അതിന് ഞാൻ നന്ദി പറയുന്നു. മലയാള സിനിമയിലെ എല്ലാവരെയും ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ അവസരത്ത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു. പിന്നെ ഞാൻ ലിസ്റ്റിംഗ് അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്നെ സിനിമ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് ഇവിടെ ഉണ്ട്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക കമ്പനിയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ 150ാമത്തെ സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വിളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഒതുങ്ങുന്നതല്ല. അത്രയും പെരുത്ത് എൻ്റെ സഹപ്രവർത്തകര്, എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ആഘോഷം വീണ്ടും തുടരും. താങ്ക് യു. ചെറിയൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ 1 പ്രാവശ്യം കാണും, 5 പ്രാവശ്യം കാണും. പക്ഷേ ഒരു സിനിമ 100 പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇന്ന് അത് പറയാനായിട്ട് ഒരേ ഒരു നായകനേ ഉള്ളൂ. ആ നായകനെ നമ്മൾ വിളിക്കുന്നതാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ, ജനപ്രിയ നായകൻ ദിലീപ് സർ. Once again, let's give it up. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വളയാർ പരമശിവന്റെ കുറേ റീലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ് ആണ്. അപ്പൊ അതിലെ അടി സക്കെ എന്നുള്ള ഒരു ചെറിയ ഭാഗം ദിലീപേട്ടന് ഇപ്പൊ പറയാൻ പറ്റുവാണെങ്കിൽ. Thank you so much. അല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞോടാൻ പാടില്ല. കാരണം ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിലീപേട്ടൻ വേദിയിലേക്ക് എത്തുന്നത്. കാരണം ദിലീപേട്ടൻ പണ്ട് മുതൽ വേദിയിൽ എന്താ പറയാ ആഘോഷിക്കുന്ന ഒരാളാണ്. ആൻഡ് ഈ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അടിപൊളി സാധനം, അടിപൊളി നമ്പർ. ഇല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ പറയാൻ വിട്ടുപോയൊരു വിഭാഗമുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ദിലീപ് ഫാൻസിന്റെ സഹോദരൻ. അതാണ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആരെയോ വിട്ടുപോയി എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ക്ഷമിക്കുക, കാരണം അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള, എന്നോട് സ്നേഹത്തോടുകൂടെ നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ മെമ്പേഴ്സിനോട് മോനെ നമ്മൾ ബഹളം ഉണ്ടാക്കാനല്ല ഇവിടെ മോനെ ഹലോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ സംഭവം നടക്കട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. താങ്ക് യു.